പാകിസ്ഥാൻ മാത്രമല്ല, ഇന്ന് ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യയെ കണ്ട് ഭയക്കാനായിട്ടുള്ള കാരണം 1998 അബ്ദുൽ കലാം സാർ ചെയ്തൊരു കാര്യം. സോ എന്താണ് ആ ഒരു സംഭവം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 1990കളിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടായിരുന്നത് വെറും 5 രാജ്യങ്ങളുടെ കയ്യിൽ മാത്രമായിരുന്നു. ഇനി ഒരു രാജ്യവും ഇതുണ്ടാക്കാതിരിക്കാൻ വേണ്ടി അമേരിക്ക ഒരു പവർഫുൾ സാറ്റലൈറ്റ് സെറ്റ് ചെയ്ത് ലോകം മൊത്തം മോണിറ്റർ ചെയ്യുകയായിരുന്നു. ഇത്രയും വലിയൊരു ചാലഞ്ച് ഉള്ള സമയത്താണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ വാജ്പേയി സാർ ഒരു സീക്രട്ട് ഡിസിഷൻ എടുത്തത്. അബ്ദുൽ കലാം സാറിന്റെ ലീഡർഷിപ്പിൽ ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ന്യൂക്ലിയർ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ. ആ ടീമിന്റെ ഏറ്റവും വലിയ ചാലഞ്ച് ആ സാറ്റലൈറ്റിന്റെ കണ്ണ് വെട്ടിച്ച് ഇത് ബിൽഡ് ചെയ്യുക എന്നതായിരുന്നു. സോ അബ്ദുൽ കലാം സാർ ആ സാറ്റലൈറ്റിന്റെ ബ്ലൈൻഡ് സ്പോട്ട് കണ്ടുപിടിച്ചു. രാത്രി മാത്രം ആർമി യൂണിഫോം ഇട്ട് ജോലി ചെയ്തു. ഓരോ രാത്രിയും കഴിഞ്ഞു പോകുമ്പോൾ ആ ഏരിയ എക്സാക്ട്ലി പഴയ രീതിക്ക് ആക്കി വെച്ചു. സാറ്റലൈറ്റിന് ഒരു സിംഗിൾ ക്ലൂ പോലും കൊടുക്കാതെ. അങ്ങനെ 1998 മെയ് 11 ആ സാറ്റലൈറ്റിനെ പറ്റിച്ച് ഇന്ത്യ ആദ്യമായി ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ് ചെയ്തു. ന്യൂസ് പരന്നപ്പോൾ പല രാജ്യങ്ങളും അത് എർത്ത്ക്വേക്ക് ആണോ എന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യ പ്രൗഡ്ലി പറഞ്ഞു, അല്ല, അത് നമ്മുടെ സയന്റിസ്റ്റ്സ് ബിൽഡ് ചെയ്ത ന്യൂക്ലിയർ വെപ്പണിന്റെ ടെസ്റ്റാണ്. അന്ന് വരെ വെറും 5 രാജ്യങ്ങളുടെ കയ്യിൽ മാത്രമുണ്ടായിരുന്ന ആ പവർ 6ാമതായി ഇന്ത്യക്കാരുടെ കയ്യിലെത്തി. ഇതാണ് ഇന്ന് പല രാജ്യങ്ങളും ഇന്ത്യയെ റെസ്പെക്ട് ചെയ്യുന്നതിന്റെ കാരണം. ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് ഒരൊറ്റ മനുഷ്യൻ കൊണ്ട് പോസിബിളായി. ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. സംഭവം പൊളിച്ചില്ലേ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇതുപോലെയുള്ള വെറൈറ്റി കണ്ടന്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ.